യാ മോനെ, എന്താ ഒരു വൈബ്, ഒരു രക്ഷയില്ല. നമ്മൾ സന്തോഷിക്കണമെന്ന് കരുതിയാൽ, ഇനി അതല്ലെങ്കിൽ അതിനു വേണ്ടി സമയം ചെലവഴിക്കണമെന്ന്, കുറച്ച് സമയം മാറ്റി വെക്കണമെന്നൊക്കെ കരുതിയാൽ അത് നടക്കാതെയൊന്നുമല്ല. പലരും പറയൂ, ഞാൻ ഒരുപാട് തിരക്കിലാണ്, ഇനി അതല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് കൂട്ടുകൂടാൻ, സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ നടക്കാതെയൊന്നുമല്ല. ഇനി നടക്കുന്നില്ല എന്ന് തോന്നുന്നവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ്. അവരൊരിക്കലും എൻജോയ് ചെയ്യാനും കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ പേറി അതിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കും. അതേസമയം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് ആടിപ്പാടി സന്തോഷിച്ച് സംസാരിച്ച് കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ എല്ലാ ടെൻഷനുകളും എന്ത് ചെയ്യും, മാറിക്കോളും. അതിനെന്ത് ചെയ്യണം? കുറച്ച് സമയമെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോട് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പാട്ടുപാടാൻ തയ്യാറാവണം, പൊട്ടിച്ചിരിക്കാൻ തയ്യാറാവണം, കഥകൾ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. അത്യാവശ്യം നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ച് പാട്ടുപാടി തിമിർത്താടുമ്പോൾ നമ്മളെല്ലാ പ്രശ്നങ്ങളും, ഇനി അതല്ലെങ്കിൽ ടെൻഷനൊക്കെ നമ്മളറിയാതെ അങ്ങ് പോകും. അപ്പോൾ ജോലിയുടെ പ്രഷർ, ഇനി അതല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മറികടക്കാൻ നമുക്കിതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ, ഇനി അതല്ലെങ്കിൽ കൂട്ടുചേരലുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. ഈ ഒരു കാലത്ത് നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ മരണമൊക്കെ സംഭവിക്കുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ ടെൻഷൻ പേറി നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന് കാരണമൊക്കെ പറയുന്നത്. അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ സന്തോഷിക്കേണ്ടിടങ്ങളിൽ സന്തോഷിക്കുക, അതുപോലെ തന്നെ നന്മകൾ ചെയ്യേണ്ടിടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്മയുടെ വെളിച്ചമാവാൻ തന്നെ തയ്യാറാവും. അപ്പം എല്ലാം നമുക്ക് നല്ലതിനായേ വരൂ. സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കുക തന്നെ ചെയ്യണം.